നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് ആകാശപാതയുടെ പണി വൈകുന്നതിൽ പ്രതിഷേധം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉപവാസം നടത്തി. ആകാശപാതയ്ക്ക് ബാക്കി പണം അനുവദിക്കാതെ കോട്ടയത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടത് പരാജയം. CPM ഹിന്ദു സംഘടനകളുടെ മേൽ പഴിചാരുന്നുവെന്ന് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയെ തിരുത്താൻ കേന്ദ്ര കമ്മിറ്റിക്കും ധൈര്യമില്ലെന്ന് ആക്ഷേപം. മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ വലിയ നടപ്പന്തൽ പണിയും. 20 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അനുവദിക്കുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. വാർത്തകൾ വിശദമായി. കോട്ടയത്തെ ആകാശപാതയുടെ പണി ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ ആകാശപാതയ്ക്ക് സമീപം ഉപവാസ സമരം നടത്തി. 8 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിക്ക് ബാക്കി പണം അനുവദിക്കാതെ സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഉപവാസ സമരം നടത്തി. കോൺഗ്രസ് കോട്ടയം ഈസ്റ്റ്, വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിയത്. 1,30,00,000 രൂപ ചെലവാക്കി പ്രാരംഭ നടപടികൾ ആരംഭിച്ച ആകാശപാതയുടെ ബാക്കി പണികൾക്കായി പണം അനുവദിക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. 1,30,00,000 രൂപ ഇതിനകം ചെലവാക്കിയിരിക്കുന്നു. ബാക്കി പണം അനുവദിക്കാതെ കഴിഞ്ഞ 8 വർഷക്കാലം കോട്ടയത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊല്ലത്തും തൃശൂരിലും ആകാശപാതകൾ പൂർത്തിയായിട്ടും കോട്ടയത്ത് പകുതി പണി പോലും നടക്കാത്തത് കോട്ടയത്ത് UDF MLA ആയതുകൊണ്ടാണോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. മാണി C. കാപ്പൻ MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇടതു പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഹിന്ദു സംഘടനകളുടെ മേൽ CPM അടിച്ചേൽപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കോട്ടയത്ത് BJP ജില്ലാ ഓഫീസിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയം ഹിന്ദു സംഘടനകളുടെ മേൽ CPM അടിച്ചേൽപ്പിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കോട്ടയത്ത് പറഞ്ഞു. ന്യൂനപക്ഷ പ്രകടനവും ജനവിരുദ്ധതയും ആണ് CPMനെ തറ പറ്റിച്ചതെന്നും ഇത് സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയില്ലെന്നും പാർട്ടി തിരുത്തുകയില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ തിരുത്താൻ കേന്ദ്ര കമ്മിറ്റിക്കും ധൈര്യമില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാ പഴിയും SNDPക്കും മറ്റ് ഹിന്ദു സംഘടനകൾക്കുമാണ് എന്നുള്ള തലതിരിഞ്ഞ വ്യാഖ്യാനമാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വസ്തുതാപരമായിട്ടുള്ള വ്യാഖ്യാനമല്ല, വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലല്ല, പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമല്ല, തിരുത്താനുള്ള നീക്കവുമല്ല. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ചേർന്നാണെന്നും പാർട്ടി അച്ചടക്കം പാലിക്കാത്തതിനെ തുടർന്ന് BJP പുറത്താക്കിയ ആളെയാണ് CPM സ്വീകരിച്ചതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിനെതിരെ കേസെടുത്ത പോലീസ് SFI നേതാക്കളെ സംരക്ഷിക്കുകയാണെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. K. സുധാകരനെതിരെ കൂടോത്രം ചെയ്തത് പാർട്ടിയും VD സതീശനും ആകാമെന്നും K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അങ്കമാലി ശബരി റെയിൽപാത വിഴിഞ്ഞത്തേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ റെയിൽവേ ബോർഡിനെ സമീപിച്ചു. റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഴിഞ്ഞത്തേക്ക് നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ റെയിൽവേ ബോർഡിനോട് അഭ്യർത്ഥിച്ചു. ശബരിപാത എരുമേലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീട്ടാൻ 2013 സർവേ നടത്തിയിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി MC റോഡിലെ അനിയന്ത്രിതമായ തിരക്കും വിഴിഞ്ഞം തുറമുഖം തുറക്കുന്നതോടെ ഉണ്ടാകുന്ന ചരക്ക് നീക്കവും കണക്കിലെടുത്ത് നിർദ്ദിഷ്ട ലൈൻ ബാലരാമപുരത്തേക്ക് നീട്ടി വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. എരുമേലി മുതൽ ബാലരാമപുരം വരെ നീളുന്ന 160 കിലോമീറ്റർ റെയിൽപാതയിൽ 13 സ്റ്റേഷനുകളാണ് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ബാലരാമപുരം, കാട്ടാക്കട, നെടുമങ്ങാട്, വെഞ്ഞാറമൂട് റോഡ്, കിളിമാനൂർ, അഞ്ചൽ, പുനലൂർ, പത്തനാപുരം, കോന്നി, പത്തനംതിട്ട, പെരുന്നാട് റോഡ്, അത്തിക്കയത്തിന് സമീപം ശബരിമല എയർപോർട്ട് സ്റ്റേഷൻ, എരുമേലി എന്നിവയാണ് സ്റ്റേഷനുകൾ. പദ്ധതിക്ക് 4,600 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി സംസ്ഥാനം റെയിൽവേ ബോർഡിന് നൽകിയ കത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ വലിയ നടപ്പന്തൽ നിർമ്മിക്കും. ഇതിനായി 20 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അനുവദിക്കുമെന്ന്
പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് കൊടുങ്ങൂരിൽ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ വലിയ നടപ്പന്തൽ ഉടൻ നിർമ്മിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. ഇതിനായി ദേവസ്വം ബോർഡ് 20 ലക്ഷം രൂപ അനുവദിക്കും. കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ക്ഷേത്രത്തിൽ വലിയ നടപ്പന്തൽ നിർമ്മിച്ചു നൽകണം എന്ന് നേരത്തെ ക്ഷേത്ര ഉപദേശക സമിതി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയിരുന്നു. ഇത് വിശദമായി പരിശോധിച്ച് സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഭക്തജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രഘുരാജ്, സെക്രട്ടറി VC റനീഷ് കുമാർ എന്നിവർ പറഞ്ഞു. ക്ഷേത്രത്തിലെത്തിയ പ്രസിഡന്റിനെ ഉപദേശക സമിതി പ്രസിഡന്റ് രഘുരാജ്, സെക്രട്ടറി VC റനീഷ് കുമാർ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപകുമാർ, സബ് ഗ്രൂപ്പ് ഓഫീസർ ഷിബുദേവ്, പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള ബാങ്ക് റീജിയണൽ ഓഫീസ് പടിക്കൽ ജീവനക്കാർ ധർണ സമരം നടത്തി. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കണമെന്നാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. കുടിശ്ശിക ക്ഷേമബത്ത അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടത്തുക, സ്ഥലം മാറ്റങ്ങൾ ട്രാൻസ്ഫർ നോസിന് വിധേയമായി മാത്രം നടത്തുക, മുൻ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ തിരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി ഏകദിന ധർണ സമരം നടത്തി. കോട്ടയം റീജിയണൽ ഓഫീസിനു മുന്നിൽ യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞില്ലംപള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന സമരം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിലെ സമരങ്ങൾ ഒരുപക്ഷെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് തന്നെ ഒരു ശക്തമായ താക്കീത് നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ്. തൊഴിലാളികൾക്കെതിരായി നടപടിയെടുത്താൽ എങ്ങനെ രാജ്യത്തെ ജനങ്ങൾ പ്രതികരിക്കുമെന്നതിന്റെ സൂചനയാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത്രയേറെ തൊഴിലാളി ദ്രോഹ നടപടികൾ നടത്തിയ ഒരു ഗവൺമെന്റ് രാജ്യം ഭരിച്ചു കാണിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ KK രാജു മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീൻ മാത്യു, സംഘടനാ നേതാക്കളായ സോജോ തോമസ്, ഹരിശങ്കർ, ദിനേശ് കുമാർ, V സേവിയർ ജോർജ്, ബാലചന്ദ്രൻ BK, രാജേഷ് M, മാത്യു കുര്യൻ, K തോമസ്, മീര നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാർഷിക മേഖലയെക്കുറിച്ച് അടിയന്തര പ്രമേയങ്ങളല്ല, അടിയന്തര ഇടപെടലുകളാണ് വേണ്ടതെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. ഭരണങ്ങാനത്ത് ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ ഫാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണങ്ങാനത്ത് ഇൻഗ്രോൺ കമ്പനിയുടെ ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ ഫാം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെക്കുറിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളല്ല, അടിയന്തര ഇടപെടലുകളാണ് വേണ്ടതെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു. പച്ചക്കറികൾക്ക് വില കയറി ഉടൻ നമ്മുടെ മുമ്പിൽ പ്രശ്നമാണ്. അത് ഇപ്പോൾ അടിയന്തര പ്രമേയം എന്ന് പറയില്ല. ശ്രീ മാണി സി കാപ്പൻ അടക്കമുള്ളവർ നോട്ടീസ് കൊടുക്കുന്നത് റൂൾ 50 പ്രകാരം സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം എന്നാണ്. ഈ അടിയന്തര വാക്ക് മാറ്റി ഇപ്പം അടുത്തിടയ്ക്ക് മാറ്റിയതാണ്. അപ്പം ഉടനെ ഇതൊരു അല്ലെങ്കിൽ ഉപക്ഷേപമായി വരികയാണ്. അടിയന്തര പ്രമേയമല്ല വേണ്ടത്, അടിയന്തര ഇടപെടലാണ്. അത് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഭരണാധികാരികളോ മാത്രമല്ല, നമ്മളെല്ലാം നടത്തേണ്ട ഇടപെടൽ. എന്താണ് ഇടപെടൽ? സാധ്യമാവുന്നിടത്തോളം നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ്. വിലക്കയറ്റത്തിൻ്റെ ശാശ്വതമായ പരിഹാര മാർഗം നമ്മുടെ മുമ്പിലുള്ളത്. സാധ്യമായിടത്തെല്ലാം നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാർഷിക രംഗത്താണ്. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷികളെല്ലാം മുന്നോട്ട് പോകുന്നത്. അത് കർഷകനെ മാത്രമല്ല ബാധിക്കുന്നത്, പച്ചക്കറി വില ഉയരുന്നതിനും അത് സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്നതിനും കാരണമാകും. കൃഷിയുടെ നൂതന അറിവുകളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. സിലബസിന്റെ ഭാഗമാക്കുന്നതും ആലോചിക്കും. വിഷരഹിതമായ ഇലക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണത്തിന് ലാഭകരമായി കൃഷി കൊണ്ടുപോകുന്നതിനും ഹൈഡ്രോപോണിക്സ് രീതി ഉപകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP ആദ്യ വിൽപ്പന നിർവഹിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് പാലാ ബ്രാഞ്ച് മാനേജർ ആദർശ് മോഹൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഷെയർ ഉടമകളെ ആദരിച്ചു. യോഗത്തിൽ ഡോക്ടർ P സുശീല, വിനോദ് വേരാനാനി, ബിനുമോൾ ആന്റണി, നിത്യ കല്യാണി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ്, പ്രോജക്ട് ഡയറക്ടർ ബിന്ദു CS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ബഷീർ ദിനാഘോഷം വേറിട്ട അനുഭവം സമ്മാനിച്ചു. പൊൻകുന്നം CMS LP സ്കൂളിലായിരുന്നു ബഷീറും കഥാപാത്രങ്ങളും നേരിട്ടെത്തിയത്.
ബേപ്പൂർ സുൽത്താൻ E.T. മുഹമ്മദ് ബഷീറായും ബഷീറിന്റെ സ്വന്തം കഥാപാത്രങ്ങളായും കുട്ടികളും അധ്യാപകരും വേഷം ധരിച്ചെത്തിയത് വേറിട്ട കാഴ്ചയായി. പൊൻകുന്നം CMS LP സ്കൂളിൽ നടന്ന ബഷീർ ദിനമാണ് കൗതുകം നിറഞ്ഞതായത്. പാത്തുമ്മയായി വേഷമിട്ടത് സ്കൂളിലെ അധ്യാപിക ഷേർലി ടീച്ചറാണ്. ബഷീറായി അഷാർ K. ബൈജുവും എത്തി. തുടർന്ന് ബഷീർ ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം, ക്വിസ്, കവിതാ ആലാപനം, ബഷീർ പുസ്തകങ്ങൾ പരിചയം, ഡോക്യുമെന്ററി, പ്രസംഗ മത്സരം എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം മാർ ബസേലിയസ് സ്കൂളിൽ വോട്ടെടുപ്പ് നടന്നു. സ്റ്റുഡൻസ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വീറും വാശിയും നിറഞ്ഞു നിന്നു. സമ്മതിദാനാവകാശത്തിന്റെ മൂല്യം കുട്ടികളിലേക്ക് പകരാൻ കോട്ടയം മാർ ബസേലിയസ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അതേ രീതിയിൽ ചിഹ്നം അനുവദിച്ചും സ്ഥാനാർത്ഥികളെ നിർത്തിയുമായിരുന്നു തെരഞ്ഞെടുപ്പ്. സ്റ്റുഡൻസ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വീറും വാശിയും നിറഞ്ഞു നിന്നു. റോബോട്ട് ലാബിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വോട്ടിംഗ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ക്യൂ നിന്ന് കൈവിരലിൽ മഷി പുരട്ടി വോട്ടിംഗ് യന്ത്രത്തിൽ കുട്ടികൾ വോട്ട് ചെയ്തു. 400 കുട്ടികളാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പൗരബോധത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാണി സി കാപ്പൻ MLA രാജി ആവശ്യപ്പെട്ട് പാലായിൽ LDFന്റെ പ്രകടനം. വഞ്ചനാ കേസിൽ വിചാരണ നേരിടുന്ന മാണി സി കാപ്പൻ പാലായിക്ക് അപമാനമാണെന്ന് LDF പരിഹസിച്ചു. വഞ്ചനാ കേസിലും വണ്ടി ചെക്ക് കേസിലും പ്രതിയായി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിചാരണ നേരിടുന്ന UDF MLA മാണി സി കാപ്പൻ പാലയ്ക്ക് അപമാനമാണെന്ന് LDF. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിചാരണ നേരിടുന്ന മാണി സി കാപ്പൻ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് LDF പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രകടനം നടത്തി. പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ലാലം പാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. 2 കേസാണ്. ഒന്ന്, ഇദ്ദേഹം 1.25 കോടി രൂപയ്ക്ക് പകരമായി അയമനത്തെ തരിശു നിലം അല്ലെങ്കിൽ നിലം ഒരു വിലയുമില്ലാത്ത സ്ഥലം കൊടുത്ത വഞ്ചന എന്ന് പറയുന്ന കേസ്. അതിന് ആ സ്ഥലം ഈട് വെച്ചിരിക്കുന്നു. അതും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കള്ള ആധാരമാണ്. അതിന്റെ ഒരു ആധാരം ഗോപകുമാർ പ്രസിഡന്റായ സൊസൈറ്റിയിൽ ഇരിക്കുകയാണ്. ആ ആധാരം മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അതോടെ ഇരിക്കുമ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാശ് തിരിച്ചടക്കണം. അടയ്ക്കാൻ പാടില്ല, അടച്ചിട്ടില്ല. ഒരു കള്ള ആധാരം ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈടായിട്ട് നമ്മുടെ ദിനേശ് ബെന്നിന് കൊടുക്കുന്നത്. ലാലിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർമാൻ ഷാജു വി തുരത്തൻ, PM ജോസഫ്, ജോസ് ടോം, ബാബു K. ജോർജ്, ബെന്നി മേലാടൂർ, ടോബിൻ K. അലക്സ്, ബേബി ഉഴുത്തുവാൽ, VT തോമസ്, ഷാജി കടമല, PK ഷാജുകുമാർ, VL സെബാസ്റ്റ്യൻ, പ്രശാന്ത് നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് ആകാശപാതയുടെ പണി വൈകുന്നതിൽ പ്രതിഷേധം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉപവാസം നടത്തി. ആകാശപാതയ്ക്ക് ബാക്കി പണം അനുവദിക്കാതെ കോട്ടയത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടത് പരാജയം CPM ഹിന്ദു സംഘടനകളുടെ മേൽ പഴിചാരുന്നുവെന്ന് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയെ തിരുത്താൻ കേന്ദ്ര കമ്മിറ്റിക്കും ധൈര്യമില്ലെന്ന് ആക്ഷേപം. മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ വലിയ നടപ്പന്തൽ പണിയും. 20 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അനുവദിക്കുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.